സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തുകയാണ്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ആശാവർക്കർമാർ ഇത്തവണ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോൾ 53-ാം ദിവസമാണ് ആശാവർക്കർമാരുടെ സമരം പിന്നിട്ടിരിക്കുന്നത്. 15-ാമത്തെ ദിവസമാണ് അവർ നിരാഹാര സമരം തുടങ്ങിയിട്ട്. ഇന്ന് മൂന്നാം ഘട്ട ചർച്ചയാണ്. മൂന്നാമതാണ് NHM അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും കൂടി ചേർന്നിട്ട് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ചർച്ച തുടങ്ങിയതിന് ശേഷം. 3:15 കൂടിയാണ് ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ ആരും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ അടക്കം ആർ ബിന്ദു, അതുപോലെ തന്നെ മിനി, റോസമ്മ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കാനായി സെക്രട്ടേറിയറ്റ് സമരത്തിന് മുന്നിൽ നിന്നും എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും ആരോഗ്യമന്ത്രിയോടൊത്ത് ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. INTUC നേതാവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കാനായി കുറച്ചു മുൻപ് ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ എന്താകും തീരുമാനം എന്നതിലാണ് ഇരിക്കുന്നത്. ഇതുവരെ യാതൊരു തരത്തിലുമുള്ള ഒരു നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. അവരുടെ സാധാരണ ആനുകൂല്യം, ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇവർ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഈ കാര്യങ്ങൾ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കേസെടുത്തിരിക്കുന്ന കേസുകളെല്ലാം പിൻവലിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, 5 ലക്ഷം രൂപ ഇൻസെൻറ്റീവ്, അതുപോലുള്ള കാര്യങ്ങൾ തങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആശാവർക്കർമാർ ആരോഗ്യമന്ത്രിയോട് ഉന്നയിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് അവരിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ചർച്ചകൾ തുടങ്ങിയിട്ട്. എന്താകും തീരുമാനം എന്നതിൽ യാതൊരുവിധ ഉറപ്പുമില്ല. അവർ പ്രതീക്ഷയോടുകൂടിയാണ് ചർച്ചയിൽ പങ്കെടുക്കാനായി ആശാവർക്കർമാർ ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഇതിലുള്ള അനക്സ് 2 എത്തിയിരിക്കുന്നത്. എന്താകും ചർച്ചയിലുള്ള തീരുമാനം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എന്നതിലുള്ള ആശങ്കയിലാണ് ആശാവർക്കർമാർ എല്ലാവരും. പുറത്ത് ആശാവർക്കർമാരുടെ കൂടെയുള്ള മറ്റ് ആശമാരും ഇവിടെ തന്നെ ഉണ്ട്. അവരും പ്രതീക്ഷയിലാണ് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഈ ഒരു സമരത്തിൽ 53 ദിവസമായി സമരം പിന്നിടുന്നു. ഈ ഒരു സമരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നത്. മൂന്നാമത്തെ തവണയാണ് ആരോഗ്യമന്ത്രി ഇവരുമായി ചർച്ച വിളിച്ചിരിക്കുന്നത്. എന്താകും ഈ ചർച്ചയിൽ തീരുമാനമെടുക്കുക എന്നത് കേരള ജനത തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്ത്രീകളായിട്ടുള്ളവർ 53 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് ഇതുവരെ സർക്കാർ തിരിഞ്ഞുനോക്കില്ലെന്നുള്ള ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രി JP നദ്ദയുമായി സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ചർച്ച നടത്താമെന്നൊരു ഉറപ്പിലേക്ക് എത്തിയത്. ഇനി എന്താകും ഈ ഒരു ചർച്ചയുടെ എന്താകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ച നല്ല രീതിയിൽ തന്നെ അതിൽ ഒരു പ്രതീക്ഷ കൽപ്പിച്ചുകൊണ്ടാണ് ആശാവർക്കർമാരും മറ്റുള്ളവരും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നത്. അവർ 3 മണിയോടുകൂടി തന്നെ ചർച്ചയിൽ പങ്കെടുക്കാനെത്തി. 3:15 ചർച്ച തുടങ്ങിയെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം എന്ന് പറയുന്നത്. ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. എന്താകുമെന്നൊരു പ്രതീക്ഷ എല്ലാവരുടെ മുന്നിലും എല്ലാവരുടെ മനസ്സിലും അതുപോലെ തന്നെ അവരുടെ കണ്ണുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചർച്ചകളെല്ലാം തന്നെ ഇനി ഒരു മണിക്കൂർ കൂടി ചർച്ച നീളാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരമെന്ന് പറയുന്നത്. രോഹിണി, ശരി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തുകയാണ്. ആശാവർക്കർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമാരായ VK സദാനന്ദൻ, ജനറൽ സെക്രട്ടറി MA ബിന്ദു, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ S മിനി, KP റോസമ്മ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നിന്നും അഖിൽ പാലോട്ട് മഠം കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഒരു ഭാഗത്ത് ചർച്ച പുരോഗമിക്കുന്നുണ്ട്. വലിയ പ്രത്യാശയിൽ തന്നെയാണ് ആശാവർക്കർമാർ. കാരണം ഈ ചർച്ചയിലെങ്കിലും തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അവരുടെയൊക്കെ ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ അഖിൽ? നിസ്സഹായരുടെ ആ ചിത്രമുണ്ട് എങ്കിൽ പോലും അവർ പ്രതീക്ഷയറ്റുപോകാത്ത ആ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവരുടെ മുഖങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. കാരണം 1.5 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മുൻവശത്തെ ഭരണശിലാ കേന്ദ്രത്തിനകത്ത് കേരളത്തിൻ്റെ സ്ത്രീ ഭരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഈ അമ്മമാരുടെ പ്രതിനിധികൾ ചർച്ച ആരംഭിച്ചിട്ട് 1.5 മണിക്കൂർ പിന്നിടുകയാണ്. 1.5 മണിക്കൂറല്ല, ഈ 53 ദിവസത്തെയും അവരുടെ ആവശ്യങ്ങൾ ഒരേ ആവശ്യങ്ങൾ തന്നെയായിരുന്നു. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ ഈ ഇൻസെൻറ്റീവിൽ വർധനവുണ്ടാകണം, അതുപോലെ തന്നെ അവർ വിരമിക്കുമ്പോൾ അവർക്ക്
കാശ് കിട്ടണമെന്ന അവർക്ക് 5 ലക്ഷം രൂപ ലഭിക്കണമെന്ന ആ ഒരൊറ്റ ആവശ്യം തന്നെയാണ് അവർ ഡിമാൻഡായി വെക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സ്ത്രീകൾ സമരം ചെയ്യുന്നതും തോട്ടം തൊഴിലാളികൾ സമരം ചെയ്യുന്നതും ആരോഗ്യ മേഖലയിലുള്ള നേഴ്സുമാർ സമരം ചെയ്യുന്നതും എല്ലാം വരും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കുറഞ്ഞ ഡിമാൻഡ് വെച്ച് ഒരു തൊഴിലാളി വിഭാഗം സമരം ചെയ്യുന്നത് ഇത് ആദ്യമായിരിക്കും. ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിത പോരാട്ടത്തിന്റെ ഭാഗമായി മാത്രമായിരിക്കും. എന്നെപ്പോലുള്ള നൂറുകണക്കിന് മക്കളെ നോക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മമാർ ഈ വെയിൽ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അവർ നേരത്തെ മുദ്രാവാക്യം വിളിച്ചത്, അവർ നേരത്തെ ഇവിടെ ഒരു ഗാനം ആലപിക്കുന്നുണ്ടായിരുന്നു. അവർ മഴയത്തും വെയിലത്തും എല്ലാം തന്നെ ആ സർക്കാർ പറയുന്ന എല്ലാ ജോലികളും ചെയ്തുകൊണ്ടാണ് അവർ ഈ ആശാ വർക്കർ ജോലി ചെയ്യുന്നത്, ഈ ആശാപ്രവർത്തനം ചെയ്യുന്നത്. അതായത് ഒരു കുടുംബത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം, അതായത് സർക്കാരിന് വേണ്ട എല്ലാ രേഖകളും സമർപ്പിക്കുന്നത് ഇവർ എടുക്കുന്ന വിവരങ്ങളിലൂടെയാണ് എന്നതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും വിവരാവകാശം കൊടുക്കുമ്പോൾ പോലും അതിന്റെ രേഖകൾ, അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക ഈ ആശാ വർക്കർമാർ വീടുകളിൽ കളുടെ എണ്ണം എടുത്ത് അല്ലെങ്കിൽ അവരുടെ മറ്റു ജീവിത രീതികൾ പരിശോധിച്ച് അവരുമായി സംവദിച്ച് അവരെടുക്കുന്ന വിവരങ്ങളാണ് എല്ലാം ഈ സർക്കാരിനെ തന്നെ പിടിച്ച് നിർത്തുന്നത് എന്ന് നേരത്തെ അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു എന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒരു ആശാപ്രവർത്തക ഗാനം ആലപിക്കുകയാണ്. ആ ആശാപ്രവർത്തക ഗാനം ആലപിച്ചുകൊണ്ട് അവർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഇത് അതായത് എല്ലാ ആൾക്കാരും ഒരുപോലെ ആവശ്യത്തോടു കൂടി സമരം വിളിക്കുന്നുണ്ട്. നേരത്തെ നീലാകാശത്തിന്റെ താഴ്വരയിൽ അവർ മുഷ്ടിമുറുക്കി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ കണ്ണു തുറന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം കാണണമെന്ന ഒരൊറ്റ സ്വരത്തിൽ ഈ അമ്മമാരെല്ലാവരും മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 മണിക്കൂർ ഇപ്പോഴും ചർച്ച തുടർന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. നേരത്തെ സമരം ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരുടെ നേതൃത്വം നമ്മളോട് പ്രതികരിച്ച് കയറിപ്പോയത് ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇനി സർക്കാർ കാണാൻ പോകുന്നത് ഏറ്റവും തീക്ഷ്ണമായ സമരമായിരിക്കുമെന്ന് ഇവർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മൾ കണ്ടതാണ്. സ്ത്രീത്വത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അവരുടെ തലമുടിയാണ്. ആ തലമുടി പോലും മുറിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നങ്ങേലിയുടെ കഥ പറയുമ്പോൾ ഏറ്റവും പ്രധാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പ്രസംഗിച്ചതാണ് നങ്ങേലിയുടെ കഥ അടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്ത്രീകൾ മുടിമുറിച്ചൊരു സമരത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്സഹായ അവസ്ഥയാണ്. അതിനപ്പുറം ആ ഒരു വാക്കല്ലാതെ മറ്റൊരു വാക്കതിൽ പറയാൻ സാധിക്കില്ല. അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സഹനത്തിന്റെ സമരമായി തീർച്ചയായും അഖിൽ അത്തരത്തിൽ തന്നെയാണ്. അതിജീവനത്തിന്റെ ആ സഹന സമരം തന്നെയാണ് അവർ പോരാടുന്നത്. എന്തായാലും ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രത്യാശയിലാണ് അവർ. തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ശ്രീനന്ദയും അഖിൽ പാലോട്ടുമഠവുമാണ് വിവരങ്ങൾ നൽകിയത്.